ശരി, ഞാൻ വിളിക്കുന്നു. കോവിഡിൻ്റെ ഭയങ്കര കോവിഡ്. രാവിലെ 8 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എണീറ്റപ്പോൾ ഇപ്പോൾ 10 മണിയായി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉറക്കത്തിൽ ഒന്നും തൽക്കാലം ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എന്താണെന്ന് പിന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് 10 മണിയെങ്കിൽ 10 മണി നമുക്ക് യോഗ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ കുറച്ച് നേരം ഒരു 15 മിനിറ്റെങ്കിലും ഇപ്പോൾ യോഗ ചെയ്തിട്ട്, അതായത് ബ്രീത്തിങ് എക്സസൈസ്, അനുലോം വിലോം പ്രാണായാമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് താഴെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം എക്സസൈസ് യോഗയും കൂടെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു 10 മിനിറ്റ് ഒരു 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 ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഒരു നല്ല കാര്യത്തോടെ ആവാൻ വേണ്ടി, ഒരു നല്ല കാര്യത്തോടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനും അങ്ങനെ ആയിരിക്കാനും യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് യോഗയിൽ തുടങ്ങുകയാണ്. വൈകുന്നേരം എക്സസൈസും യോഗയും ചെയ്യുന്നുണ്ട്. യോഗ വെയിറ്റ് ലോസിനൊക്കെ കൂടി കണക്കാക്കി നല്ല വീഡിയോസ് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണം, എക്സസൈസും ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു മോട്ടിവേഷനുള്ള ഒരു ഇൻസ്പിറേഷൻ പോലെ ഇതിവിടെ കിടന്നോട്ടെ. ഞാൻ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇത് എടുത്തു പോവാം ഈ വീഡിയോ. യോഗ ചെയ്യണ ഈ ഫോൺ നോക്കിയാണ്, അതുകൊണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പട്ടണമൊക്കെ അല്ലേ ഷൂട്ട് ചെയ്യുള്ളൂ. 11 കാലമായി. 2 ചപ്പാത്തി സാമ്പാർ. ചപ്പാത്തി ഇന്നലെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ. ഏകദേശം എല്ലാവരും കല്യാണത്തിന് പോയി. അപ്പോൾ ഇനി ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കണമെന്നില്ല. അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ചൂടാക്കി സാമ്പാറുമായിട്ട് എടുത്തിട്ടുണ്ട്. ചായയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ പോണ. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇനി ടാരോ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ടാരോ വീഡിയോസ് കാണും. ഞാൻ ഒരു ചപ്പാത്തി കഴിച്ചുള്ളൂ, ഒന്നുകൊണ്ട് അടച്ചു വെച്ചു. ഉച്ചയ്ക്ക് എങ്ങാനും കഴിക്കാം. ഒരു ബന്ന്, ക്രീമൊന്നുമില്ല, വെറും ബന്ന് അവിടെ ഇരുന്നാൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഡയറ്റിങ്ങും കൂടെ ചെയ്യണുണ്ട്. പക്ഷേ ബേക്കറി ഐറ്റംസും എനിക്കിഷ്ടമുള്ള ഫുഡെല്ലാം ഞാൻ കഴിക്കും. അതുകൊണ്ട് ഒരു ഡയറ്റായിട്ട് ഞാൻ ഇടണില്ല. കാരണം അൺഹെൽത്തി ഫുഡും വരണുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഡയറ്റായിട്ട് ഇടണില്ല. പക്ഷേ ഈ ഡേ ഇൻ മൈ ലൈഫിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ അതിലൊരു ചെറിയൊരു ഫുഡ് കൺട്രോൾ, ഒരു പിടുത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൺട്രോൾ ചെയ്ത് തന്നെയാണ് കഴിക്കാൻ പോണത്. വെയിറ്റ് ലോസ് ചെയ്യണം. യോഗ എക്സസൈസൊക്കെ വെയിറ്റ് ലോസിൻ്റെയും കൂടെ ഭാഗമായിട്ടും കൂടെയാണ് ചെയ്യണത്. ഹെൽത്തിനും വെയിറ്റ് ലോസിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ടാരോ റീഡിങ് എന്തെങ്കിലും പഠിക്കും. 1 മണിക്കൂറെങ്കിലും പഠിക്കണം. ബന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർവമായ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ മലയാളത്തിൽ. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ സിനിമകളെ കാണാറില്ല വലുതായിട്ട്. വല്ലപ്പോഴും ലോക തിയേറ്ററിൽ പോയി കണ്ട്, അല്ലാതെ സിനിമകളങ്ങനെ കാണാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി കുറച്ച് വീക്കാണ്. അതുകൊണ്ട് അങ്ങനെ സിനിമ കാണാറില്ല. ഡ്രാമയൊക്കെ കാണും, സോങ്സൊക്കെ കേൾക്കും. അല്ലാതെ ARM കണ്ട്, തിയേറ്ററിൽ പോയി ലോക കണ്ട്, ARM TV ഇതിൽ വന്നപ്പോൾ കണ്ട്, മറ്റേ ഇത് OTT വരുമല്ലോ. അപ്പോൾ സർവമായ OTTയിലുണ്ടല്ലോ. അപ്പോൾ അത് ജിയോ ഹോട്ട്സ്റ്റാർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പോയെന്ന് ചേട്ടൻ്റെ മുറിയിൽ TV ഉണ്ട്, ബ്രദറിൻ്റെ. അപ്പോൾ അവിടെ പോയി അത് കണ്ടിട്ട് വരാം. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യില്ല, എനിക്കിനി അതൊന്നും കിടന്ന് ഷൂട്ട് ചെയ്യാൻ വയ്യ. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് വരാം. സർവമായ സിനിമ കണ്ടുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രേതത്തിൻ്റെ സിനിമയൊന്നും കാണാറില്ല. നോർമലി സിനിമകൾ കാണുന്ന കുറവാണ്. ലോക തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, അതത്ര പേടി തോന്നിയില്ല. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ക്ലൈമാക്സ് ആയത് എൻ്റെ ബ്രദർ വന്നു, അവർ കല്യാണത്തിന് പോയിട്ട് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ക്ഷീണമാണ്, മാറിക്കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ മാറിക്കൊടുത്തു. അപ്പോൾ ഇനി ക്ലൈമാക്സ് കാണണം, ഒരു 20 മിനിറ്റ്. പിന്നെ ഇനി ടാരോ പഠിച്ചില്ല, അപ്പോൾ ടാരോ പഠിക്കണം. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കണം. റിസ്ക്കാണ്. ഗവൺമെൻറ് ജോബ് കുറച്ചുകൂടി സേഫാണ്. പക്ഷേ എന്നാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എൻ്റെ ലൈഫ് പർപ്പസ്, സോൾ പർപ്പസ്, അങ്ങനെ സ്പിരിച്വാലിറ്റി, ടാരോ റീഡിങ്, ഡയറ്റീഷ്യൻ കോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാഷൻ ഡിസൈനിങ്, അതൊക്കെ ചെയ്തു പോകാമെന്നാണ് വിചാരിക്കണം. അറിയില്ല, ഇതിൻ്റെ കൂടെ ചിലപ്പോൾ PSCയും പഠിക്കും. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പ്ലാൻ B ആയിട്ട് ചിലപ്പോൾ PSCയും പഠിച്ചേക്കും.
എന്നാലും മെയിൻ ഫോക്കസ് എൻ്റെ ഇഷ്ടങ്ങൾക്കാണ്. പിന്നെ ഇന്നിനി വൈകിട്ട് ചിലപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കാം. അവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, ഉത്സവം തുടങ്ങി കിടക്കുവാണ്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ അങ്ങനെ വീഡിയോ അധികം എടുക്കാറില്ലല്ലോ. അപ്പം നോക്കാം. ടാരോ റീഡിങ് ഇങ്ങനെ വീഡിയോ ഉണ്ട്, അത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പഠിക്കാനുള്ളതല്ല, വേറെ ചുമ്മാ ഞാൻ എക്സ്പേർട്ടായാൽ പോലും ഞാൻ 1-2 വരെ ടാരോ റീഡിങ് കാണും. കാരണം അത്രയും എനിക്ക് ഫേവറേറ്റാണ്. ഹിന്ദിയാണ്. മലയാളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഹിന്ദി മാത്രമേ കാണാറുള്ളൂ. പിന്നെ ചെറുതായിട്ട് ഇംഗ്ലീഷും. അപ്പോൾ ഇന്ന് ഡയറ്റിങ് ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ എനിക്ക് കൊതി വന്നിട്ട് വയ്യ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ അതിന് ഒരുപാട് പൈസ ആകുമെന്നുള്ളതുകൊണ്ട് ഒരു ബോക്സ് ചോക്കോബാർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ പൈസ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അവൻ ഇനി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ഞാൻ കാണിച്ചു തരാം. കുടിക്കും നന്നായിട്ട്, ചോക്കോബാർ ഐസ്ക്രീമൊക്കെ കുടിക്കും. ഡയറ്റിങ് ആണെങ്കിലും ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ കുറച്ച് കുടിച്ചു, 2 എണ്ണം. ഒരു കോൺ ഐസ്ക്രീമും ഒരു ചോക്കോബാറും. അപ്പോൾ ഇനി വിശേഷങ്ങളുണ്ട്, പക്ഷേ അതും കൂടെ ചേർത്തിടാം അല്ലേ. ഇന്നിനി കുറച്ച് വിശേഷങ്ങളും കൂടിയുണ്ട്. അതായത് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കിടക്കുക, റെസ്റ്റ് എടുക്കുക, ഉറക്കം വന്നാൽ ഉറങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ പ്ലാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യണം, എന്നിട്ട് മേല് കഴുകിയിട്ട് പോയി മേല് കഴുകുക, കുളിക്കുകയോ ചെയ്തിട്ട് അമ്മ വിളക്ക് കത്തിക്കുമെങ്കിൽ പോയി നാമം ജപിക്കണം. ലളിതാ സഹസ്രനാമം അങ്ങനെയൊക്കെ ഉണ്ട്, നാരായണീയം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നാമം ജപിച്ച് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കലിയുഗത്തിൽ നാമം ജപിക്കണം, വളരെ നല്ല ഭക്തിക്ക് നാമം ജപിച്ചാൽ മതി, ദൈവം അനുഗ്രഹിക്കും എന്നാണ്. ഈ തപസ് ചെയ്യേണ്ട അത്രയും പവറാണ് നാമം ജപിക്കണതിനെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്ന് നാമം ജപിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ എടുത്ത് തുടങ്ങാൻ വിചാരിക്കുന്നു. പിന്നെ ടാരോ റീഡിങ് കേൾക്കുക, അതായത് ടാരോ ഹിന്ദിയിലുള്ളത് കേൾക്കുക. പിന്നെ അത് കഴിഞ്ഞ് ടാരോ പഠിക്കുക. പിന്നെ പറ്റുമെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ കുറച്ച് പഠിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നോക്കട്ടെ, അതും കൂടി ചേർത്ത് വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഇതൊരു വ്ളോഗായിട്ട് ഇടാം. മാർച്ച് 25 2026. ഇന്നിപ്പോൾ വൈകിട്ട് എൻ്റെ വെയിറ്റ് നോക്കുക. രാവിലെ ഞാൻ നോക്കിയില്ല. ഒരു ചെറിയൊരു സ്ലോ വെയിറ്റ് ലോസ് ആണ്. വെയിറ്റ് ലോസ് നടക്കണം, പക്ഷേ സ്ലോ പ്രോസസ്സായിട്ട് പോയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് റഷ് ചെയ്തൊന്നും ചെയ്യാനുള്ള ഒരു ഇതിപ്പോൾ എനിക്കില്ല. എല്ലാം പതിയെ മതി എന്നാണ് ഞാൻ വിചാരിക്കണം. സോ നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് വർക്കൗട്ട് തുടങ്ങാം. ഇനി നാളെ ഞാൻ വെയിറ്റ് നോക്കുള്ളായിരിക്കും. എന്തായാലും ഇപ്പോൾ ചെറിയൊരു വർക്കൗട്ടാണ്, വലിയ വർക്കൗട്ടും അല്ല. (91.9) ആണേ. പിടിക്കുമ്പോൾ 92.3 ഉണ്ട്, അല്ലെങ്കിൽ 91.9 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓരോന്നും വിധം ചെറിയ ചെറിയ രീതിയിൽ ഫുഡ് കൺട്രോൾ പതിയെ, വെയിറ്റ് ലോസ് പതിയെ, എക്സസൈസ് പതിയെ, അങ്ങനെ പതിയെ പോയി നോക്കാം. എന്തായാലും റഷ് ചെയ്തൊന്നും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയോ കഴിവോ എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ വളരെ സ്ലോലി പോയി നോക്കട്ടെ. സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു മോട്ടിവേഷനായിട്ട് ഈ വീഡിയോ കിടക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോണ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരിയുടെ ബിഗിനേഴ്സിൻ്റെ ഒരു വർക്കൗട്ടാണ്. 3 പേര് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു വർക്കൗട്ടുണ്ട്. സൂംബ പോലത്തെയാണ്. അതാണ് ചെയ്യാൻ വേണ്ടി പോണത്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ഞാൻ അത് കൂടെ പറയാം. ഇപ്പം ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റാണ് ആ വർക്കൗട്ട്. പക്ഷെ ഞാൻ 20 മിനിറ്റ് നിർത്തുകയാണ്. ഫസ്റ്റ് ഡേ അല്ലേ, 20 മിനിറ്റ് മതി. നമുക്ക് പതിയെ ഇത് അരമണിക്കൂറാക്കി. ഇത് വളരെ സൂംബ പോലത്തെ ഡാൻസ് വർക്കൗട്ടാണ്, വലിയ സ്ട്രെസ്സില്ല. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇനി വേറെ വർക്കൗട്ടുകളും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വളരെ സ്ട്രെസ്സില്ലാത്ത വർക്കൗട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴല്ല, ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തേക്ക് 20 മിനിറ്റ് നിർത്തുവാണ്. അത്യാവശ്യം വേർത്തിട്ടൊക്കെ ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇത് മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് തണുത്ത് വേർപ്പ് മാറാൻ വേണ്ടി റെസ്റ്റ് എടുക്കണം. ആ സമയം കൊണ്ട് റൂമൊന്ന് തൂത്തിടണം. എന്നിട്ട് അടുത്ത പരിപാടി നോക്കാം. ജസ്റ്റ് ഞാൻ ഒരു വ്ളോഗ് പോലെ എടുത്ത്
ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്തു പോവാം. പറ്റുന്നത്ര ആഡ് ചെയ്ത് ഒരു വ്ളോഗാക്കി അപ്ലോഡ് ചെയ്തേക്കാം. ഇപ്പോൾ സമയം 6 മണിയായി. ഞാനൊന്ന് കോവിലിൽ പോകാൻ നോക്കി, പക്ഷേ ആരും കൊണ്ടാക്കാൻ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് ഉപേക്ഷിച്ചു. 2 ദിവസം കഴിഞ്ഞ് പോകാം. വീട്ടിനടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട്, അതുകൊണ്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പോണത് വിളക്ക് കത്തിക്കാനാണ്. വിളക്ക് കത്തിച്ച് എന്തെങ്കിലും ഒരു കീർത്തനമോ സഹസ്രനാമോ അങ്ങനെ, എനിക്ക് പാടാനൊന്നും അറിയില്ല, ജസ്റ്റ് നാമം ജപിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് നാമം ജപിക്കണം. കുറച്ച് പൂക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ച് വിളക്കിൽ വെച്ചിട്ട് വിളക്ക് കത്തിക്കണം, പ്രാർത്ഥിക്കണം. തിരിച്ച് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. വെള്ളം കുടിക്കണം. വെള്ളം കുടി എനിക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ കൃത്യം 7 മണിയായി രാത്രി. ഞാൻ വന്നു. ഡ്രസ്സ് പ്രാർത്ഥിക്കാൻ നേരത്ത് വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഇടുന്ന ഡ്രസ്സുണ്ട്, അമ്മയുടെ നൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും. അത് വേറെ സമയത്തൊന്നും ഇടാറില്ല. കോവിലിൽ പോണതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിളക്ക് കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ ഇടാം. പൂജാമുറി കയറുമ്പോഴേ മാത്രമേ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് വിളക്ക് കത്തിച്ചിട്ട് വന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. നല്ല സമാധാനമുണ്ട്. ഇനി അടുത്ത പരിപാടി സത്യം പറഞ്ഞാൽ യോഗ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പം പിള്ളേർക്ക് അടുക്കള പണി വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കും ആഗ്രഹമുണ്ട് അത് ഒഴിവാക്കണമെന്ന്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ അത് രാത്രി കാപ്പി ഉണ്ടാക്കുക എന്നുള്ള ഇത് അടുക്കള പണി ഞാൻ ഫ്രീ ആയിട്ടല്ല ചെയ്യണത്. എനിക്കൊരു ഓഫർ എൻ്റെ വീട്ടുകാർ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അല്ലാതെയും ചെയ്യാം. എനിക്കത് കുറച്ച് ഇങ്ങനെ എൻ്റെ കരിയറൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ ഉള്ളത് കൊണ്ട് അത് ചെയ്യാതെ ഇത് കൂടുതൽ ഫോക്കസ് ഇതിലോട്ട് ചെയ്യണതുകൊണ്ട് എനിക്കവർ ഒരു ഓഫർ തന്നിട്ടുണ്ട്. അത് ഞാൻ കിട്ടിയിട്ട് പറയാം. ഒരു ഗിഫ്റ്റ് പോലെ അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പം പോയി ഉപ്പുമാവ് ഉണ്ടാക്കണം. പാത്രമൊക്കെ അമ്മ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കണം, പിന്നെ എന്തെങ്കിലും എനിക്ക് കഴിക്കണം. അപ്പോൾ ഐസ്ക്രീം ഉണ്ട്, പിന്നെ എന്തെങ്കിലും കൂടെ ആയിട്ട് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് രാത്രിയിലത്തേക്ക് 7 മണിയായി എന്തെങ്കിലും ഉപ്പുമാവും കൂടി ഉണ്ടാക്കി പഴമായിട്ട് എന്തെങ്കിലും കഴിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാനേ പറ്റുള്ളൂ, മിക്കവാറും ഞാൻ ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി യോഗ ചെയ്യണം, അത് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ആരുടെ യോഗയാണ് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അത്യാവശ്യം വയറും വണ്ണമൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ കാണിക്കാത്തതാണ്, ഇങ്ങനെ പൊക്കി പിടിച്ചെടുക്കണോണ്ട് നിങ്ങൾക്ക് അറിയാത്തതാണ്. 92 kg എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ, പൊക്കം കുറച്ച് കുറവും കൂടിയാണ്. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അത്യാവശ്യം വർക്കൗട്ട് യോഗയൊക്കെ ചെയ്തേ പറ്റൂ. യോഗ ചെയ്യണത് എസ്പെഷ്യലി എൻ്റെ ഒരു കാം മൈൻഡിന് വേണ്ടിയിട്ടാണ്. നല്ല ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ മനസ്സ് ശാന്തമായിരിക്കാനും സ്ട്രോങ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ യോഗ ചെയ്യണത്. അപ്പോൾ ഇനി ടാരോ റീഡിംഗ് ഒക്കെ കാണും, യോഗ ചെയ്യും. അങ്ങനെ കുറേ സമയം പോയിട്ട് കിടന്നുറങ്ങും. നാളെ ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്, അമ്മയ്ക്കല്ല എനിക്ക്. മുഴ നാളെ സ്കാൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നുണ്ട് ഡോക്ടർ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കീറേണ്ടി വരാതെ ഗുളിക കഴിച്ച് മാറാൻ പറ്റണ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ മാറണേന്നൊക്കെ. ഫാറ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഗുളിക കഴിച്ചാൽ മതിയല്ലോ. കീറേണ്ടി വന്നാൽ കീറണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത്, ഇന്നത്തെ എല്ലാം കൂടി ചേർത്ത് ഞാൻ ഒരു വ്ളോഗായിട്ടിടും. നാളത്തെ അടുത്ത വ്ളോഗായിട്ടിടാം. നാളെ ഭയങ്കര ഡയറ്റ് ഒന്നും പറ്റില്ല, എക്സസൈസ് ചെയ്യാൻ നോക്കാം. കീറണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷമം എനിക്ക് വരും. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം. ഷോ മസ്റ്റ് ഗോ ഓൺ. ഞാൻ 2 ചപ്പാത്തി, ഒരു മുട്ട പുഴുങ്ങിയത്, കുറച്ച് സാമ്പാർ, ഒരു കട്ടൻ ചായ, ഇത്രയും കഴിച്ചു. ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. 2 പച്ചമുളക്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു സവോള, ഇത്രയും കടു വറുത്തതിന് ശേഷം അതിലിട്ട് വരട്ടിയെടുക്കുവാണ്. ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ റവ ഇട്ട് കൊടുക്കണം. റവ മൂത്ത് വരണം. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും റവ മൂത്ത് വരുമ്പോൾ അതിലോട്ട് ആ ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുക. ശ്രദ്ധിച്ചൊഴിക്കണം. എന്നിട്ട് ഇളക്കിയിട്ട് കട്ട കെട്ടിയത് ചിലർക്ക് ഇഷ്ടമാണ്, എനിക്ക് കട്ടയില്ലാത്ത ഉപ്പുമാവാണ് ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് ഇളക്കി അതിനെ പൊടിക്കുക, മിക്സിയിൽ പൊടിക്കുകയല്ല, ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇടുക. ഇപ്പം ഞാൻ ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് കപ്പലണ്ടിയോ കടലയോ എന്തെങ്കിലും കൂടെ ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. ചെറുതായിട്ട് പൊടിച്ചിട്ട്, ഒരുപാട് പൊടിക്കേണ്ട, തരിതരിയാക്കിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. ഞാൻ കുറച്ച് കപ്പലണ്ടി മാത്രം ഇട്ട് കൊടുക്കും. അത്രയാകുമ്പോൾ ഉപ്പുമാവ് റെഡിയാവും. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇളക്കിയെടുത്ത് പഴവും എന്തിൻ്റെങ്കിലും കൂടെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ക്ലിപ്സ് കാണിച്ചു തരാം. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേ ഉപ്പുമാവിന് ടേസ്റ്റ് വരുള്ളൂ.
ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്തായാലും തേങ്ങയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആക്ച്വലി അതാ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ എന്തായാലും ഞാൻ റെസ്റ്റ് എടുക്കും, കിടക്കും. ടാരോ റീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് എനിക്കിഷ്ടമുള്ളത് ഡ്രാമയോ അങ്ങനെ എന്തെങ്കിലും കാണും. അതെൻ്റെ ഇഷ്ടം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത പരിപാടി. ഇപ്പോൾ 8:10 9 മണി വരെ റെസ്റ്റ്. യോഗ ചെയ്യും, പക്ഷെ ഇപ്പോൾ വയറിത്തിരിക്കുകയാണ്. ഇപ്പോൾ യോഗ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ ഇപ്പോൾ 8:30 അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് എഡിറ്റൊന്നും ചെയ്യില്ല, ചുമ്മാ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും. നാളെയോ ഇന്നായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ ചിലപ്പോൾ ചെയ്യും. ചിലപ്പോഴല്ല, ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഒരു 10-15 മിനിറ്റെങ്കിലും കുറഞ്ഞത് യോഗ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് വിചാരിച്ച ടാർഗറ്റിൽ ടാരോ റീഡിങ് പഠിച്ചില്ല, പിന്നെ യോഗ ചെയ്തില്ല. അത് രണ്ടുമാണ് മിസ്സായി പോയത്. അതിൽ യോഗ ചെയ്യാം, ടാരോയും കുറച്ച് പഠിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. താങ്ക്സ്.